കുറേ പേർക്ക് കോമൺ ആയിട്ടുള്ളൊരു സംശയമായിട്ടോ നമ്മളിന്ന് നോക്കുന്നത്. റീന ഒരു കാര്യം ഒരാളോട് പറഞ്ഞു എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെ പറയും? റീന ടോൾഡ് എന്നാണോ, റീന സെഡ് ടു എന്നാണോ, റീന സെഡ് ദാറ്റ് എന്നാണോ? ഇതേപ്പറ്റി എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഡൗട്ട് നമുക്ക് ഇന്നത്തോടെ ക്ലിയർ ആക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് എന്നോട് ഒരാളൊരു കാര്യം പറഞ്ഞാൽ അത് ഞാൻ മറ്റൊരാളോട് എങ്ങനെ പറയും എന്നുള്ളതായിരുന്നു. അതായത് റിപ്പോർട്ടഡ് സ്പീച്ച് എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ അന്ന് പഠിച്ചത്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഈ സെൻറ്റൻസസ് എല്ലാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കാൻ പറ്റും എന്നുള്ളത്. നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. റീന അവളുടെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പഠിക്കുകയാണ്. ഇംഗ്ലീഷിൽ ഐ ആം സ്റ്റഡിയിങ് എന്ന് വരും. ഇനി ഞാൻ പറയാൻ പോകുന്നത് റീന എന്താണ് അവളുടെ അമ്മയോട് പറഞ്ഞത് എന്നാണ്. അപ്പം അതെങ്ങനെ വരും നോക്കൂ. റീന ടോൾഡ് ഹെർ മദർ ദാറ്റ് ഷി വാസ് സ്റ്റഡിയിങ്. കണ്ടോ, ആദ്യം പറഞ്ഞത് ഐ ആം സ്റ്റഡിയിങ് എന്നാണ്. അതിപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ എങ്ങനെ വന്നു? ഷി വാസ് സ്റ്റഡിയിങ് എന്നായി. അപ്പോൾ നിങ്ങൾ ഇതിന് മുൻപത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ, ഈ റിപ്പോർട്ടഡ് സ്പീച്ചിനെ പറ്റി സംശയമുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കൂ. റീന അമ്മയോട് പറഞ്ഞു എന്നുള്ളത് എങ്ങനെയാണ് വന്നേ നോക്കൂ. ഷി ടോൾഡ് ഹെർ മദർ. ഈ ടോൾഡ് എന്ന് പറയുന്നത് ടെൽ എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അതായത് പറയുക എന്നുള്ള അർത്ഥം വരുന്ന വാക്കാണ് ടെൽ. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ടോൾഡ്. അപ്പോൾ ഈ വേർബിനൊരു പ്രത്യേകതയുണ്ട്. ആരോട് പറഞ്ഞു എന്നുള്ളത് ആ സെൻറ്റൻസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടെൽ അല്ലെങ്കിൽ ടോൾഡ് എന്നൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ റീന ആരോടാണ് പറഞ്ഞത്? അമ്മയോട്. അത് വന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ടോൾഡ് എന്ന് ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ റീനയാണ് പറഞ്ഞത്. അപ്പോൾ റീന സബ്ജക്റ്റ്, പറഞ്ഞു. ടോൾഡ് എന്നുള്ളതാണ് വേർബ്. ആരോട് പറഞ്ഞു? അമ്മയോട്, ഹെർ മദർ. അപ്പോൾ അതാണ് ഒബ്ജക്റ്റ്, കർമ്മം. അതിൻ്റെ അർത്ഥം ഈ ടെൽ അല്ലെങ്കിൽ ടോൾഡ് എന്ന് ഉപയോഗിക്കണമെങ്കിൽ അവിടെ ആരോട് എന്നുള്ളത് ആ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടാവണം എന്നാണ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. റീന ടോൾഡ് ഹെർ മദർ ദാറ്റ് ഷി വാസ് സ്റ്റഡിയിങ് എന്ന ഈ സെൻറ്റൻസ് ഉണ്ടല്ലോ, ഇവിടെ ടോൾഡ് എന്നുള്ളത് മാറ്റി എനിക്ക് സെഡ് ടു എന്നും ഉപയോഗിക്കാം. ശ്രദ്ധിക്കണം, ടോൾഡിന് പകരം ഞാൻ ഉപയോഗിച്ചത് സെഡ് എന്നല്ല, സെഡ് ടു എന്നാണ്. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ വരും? റീന സെഡ് ടു ഹെർ മദർ ദാറ്റ് ഷി വാസ് സ്റ്റഡിയിങ്. അപ്പോൾ ടോൾഡ് നമ്മൾ എങ്ങനെ ഉപയോഗിച്ചോ അതുപോലെ തന്നെ സെഡ് ടു എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു സെൻറ്റൻസ് നോക്കാം. മിനി അവളുടെ ബ്രദറിനോട് പറയാണ്, ഞാൻ 5 മണിക്ക് എത്തും. ഐ വിൽ റീച്ച് അറ്റ് 5. അപ്പോൾ മിനി എന്താണ് അവളുടെ ബ്രദറിനോട് പറഞ്ഞതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. മിനി ടോൾഡ് ഹെർ ബ്രദർ ദാറ്റ് ഷീ വുഡ് റീച്ച് അറ്റ് 5. വിൽ എന്നത് വുഡായി. മിനി ടോൾഡ് ഹെർ ബ്രദർ ദാറ്റ് ഷീ വുഡ് റീച്ച് അറ്റ് 5. ആരോടാ പറഞ്ഞതെന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ടോൾഡ് ഹെർ ബ്രദർ എന്ന് പറഞ്ഞത്. ഇതേ കാര്യം എനിക്ക് ഇങ്ങനെയും പറയാം കേട്ടോ. മിനി സെഡ് ടു ഹെർ ബ്രദർ ദാറ്റ് ഷീ വുഡ് റീച്ച് അറ്റ് 5. ഇവിടെ കണ്ടല്ലോ, മിനി സെഡ് ടു ഹെർ ബ്രദർ എന്നാണ് പറഞ്ഞത്. സെഡ് കഴിഞ്ഞ് ടു കൂടെ നമ്മൾ യൂസ് ചെയ്തു. ഇനി മറ്റൊരു എക്സാമ്പിൾ. അലക്സ് അയാളുടെ ഫ്രണ്ടിനോട് പറയാണ്, എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഐ ലൈക്ക് ട്രാവലിംഗ് എന്നാണ് അലക്സ് പറഞ്ഞത്. ഇനി അയാൾ എന്താ പറഞ്ഞതെന്ന് ഞാൻ എൻ്റെ വാക്കിൽ പറയാൻ പോവാം. അലക്സ് ടോൾഡ് ഹിസ് ഫ്രണ്ട് ദാറ്റ് ഹീ ലൈക്ക് ട്രാവലിംഗ്. അലക്സ് ടോൾഡ് ഹിസ് ഫ്രണ്ട്. ആരോടാ പറഞ്ഞതെന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ടോൾഡ് ഹിസ് ഫ്രണ്ട് എന്ന് പറഞ്ഞത്. ഇങ്ങനെയും പറയാം, അലക്സ് സെഡ് ടു ഹിസ് ഫ്രണ്ട് ദാറ്റ് ഹീ ലൈക്ക് ട്രാവലിംഗ്. അപ്പോൾ ടോൾഡ് എന്നതും സെഡ് ടു എന്നുള്ളതും എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എപ്പോഴൊക്കെയാണ് ഈ സെഡ് ദാറ്റ് എന്നത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. മീര പറയാണ്, ഞാൻ ഷോപ്പിങ്ങിന് പോയേക്കും. അപ്പോൾ അവിടെ ഒരു സാധ്യതയെക്കുറിച്ച്, ഒരു പോസിബിലിറ്റിയെക്കുറിച്ചല്ലേ പറയുന്നത്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, ഐ മേ ഗോ ഷോപ്പിംഗ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചല്ലോ, മീര ഇത് ആരോടാ പറഞ്ഞതെന്ന് നമുക്കറിയില്ല. അതിനെപ്പറ്റി ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ മീര എന്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ എൻ്റെ വാക്കുകളിൽ പറയുന്നത് ഇങ്ങനെയായിരിക്കും. മീര സെഡ് ദാറ്റ് ഷീ മൈറ്റ് ഗോ ഷോപ്പിംഗ്. ഐ മേ ഗോ ഷോപ്പിംഗ് എന്നുള്ളതാണ് ഷീ മൈറ്റ് ഗോ ഷോപ്പിംഗ് എന്നായത്. പക്ഷേ സെൻറ്റൻസിൻ്റെ തുടക്കം നോക്കൂ, മീര സെഡ് ദാറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. മീര ആരോടാണ് പറഞ്ഞതെന്ന് നമുക്കറിയാത്തത് കൊണ്ട് നമുക്കിവിടെ ടോൾഡ് എന്നും ഉപയോഗിക്കാൻ പറ്റില്ല, സെഡ് ടു എന്നതും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മീര ടോൾഡ് ദാറ്റ് ഷീ മൈറ്റ് ഗോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അതേപോലെ തന്നെ മീര സെഡ് ടു എന്നും നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ആകെ പറ്റുന്നത് മീര സെഡ് ദാറ്റ് ഷീ മൈറ്റ് ഗോ ഷോപ്പിംഗ് എന്നതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ. മീര സെഡ് ദാറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്ന ഈ സെൻറ്റൻസ് ഉണ്ടല്ലോ, ഈ സെൻറ്റൻസിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ആ ദാറ്റ് എന്നത് മാറ്റാം. അപ്പോൾ മീര സെഡ് ഷീ മൈറ്റ് ഗോ ഷോപ്പിംഗ് എന്നും പറയാം. അപ്പോൾ സെഡ് ദാറ്റ് പോലെ തന്നെയാണ് സെഡ് എന്ന് മാത്രം യൂസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം കൂടെ നോക്കാം.
ഹാരി പറഞ്ഞത് ഇതാണ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതിന് ടു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം കേട്ടോ. ഹാരി പറഞ്ഞത് എന്താണ്? ഐ എം ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ഹാരി എന്താ പറഞ്ഞതെന്നുള്ളത് ഞാൻ എൻ്റെ വാക്കുകളിൽ പറയാൻ പോവാണ്. ഹാരി സെഡ് ദാറ്റ് ഹി വാസ് ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. എന്തുകൊണ്ടാണ് ഞാൻ സെഡ് ദാറ്റ് എന്ന് ഇവിടെ ഉപയോഗിച്ചത്? ഹാരി ഇത് ആരോടാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഹാരി സെഡ് ദാറ്റ് ഹി വാസ് ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. ടോൾഡ് എന്നോ സെഡ് ടു എന്നോ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഹാരി സെഡ് ഹി വാസ് ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. സെഡ് ദാറ്റിന് പകരം സെഡ് എന്നും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, ഈ ടെൽ അല്ലെങ്കിൽ ടോൾഡ് എന്നതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അത് ആരോടാണ് പറഞ്ഞത് എന്നുള്ളത് അവിടെ വ്യക്തമാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ടെൽ അല്ലെങ്കിൽ ടോൾഡ് എന്നുള്ളത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു നിയമം ബാധകമല്ലാത്ത ഒരു കേസുണ്ട്. നമ്മളിപ്പോൾ സത്യം പറയുക അല്ലെങ്കിൽ നുണ പറയുക അല്ലെങ്കിൽ തമാശ പറയുക, കഥ പറയുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ആരോടാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ടെൽ അല്ലെങ്കിൽ ടോൾഡ് എന്നൊക്കെ യൂസ് ചെയ്യാം. ഞാനീ പറഞ്ഞപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഒരു സെൻറ്റൻസ് നോക്കൂ. ഞാൻ സത്യമാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ഐ എം ടെല്ലിങ് ദ ട്രൂത്ത്. ഇവിടെ ആരോടാണ് സത്യം പറയുന്നതെന്ന് എടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ, പക്ഷേ സത്യം ട്രൂത്ത് എന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ ഐ എം ടെല്ലിങ് ദ ട്രൂത്ത് എന്ന് വെറുതെ പറയാം. അവിടെ ഒബ്ജക്റ്റ്, അതായത് ആരോട് പറഞ്ഞു എന്നുള്ളത് വ്യക്തമല്ലെങ്കിലും. മറ്റൊരു എക്സാമ്പിൾ, നുണ പറയരുത്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ ഡോണ്ട് ടെൽ ലൈസ്. അപ്പോൾ ഇവിടെ നുണ പറയുന്നതിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ, അതുകൊണ്ടാണ് ഇത് ആരോട് പറയരുതെന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ടെൽ എന്ന വേർബ് ഇവിടെ യൂസ് ചെയ്തത്. ഡോണ്ട് ടെൽ ലൈസ്. ആരോട് എന്ന് പറഞ്ഞിട്ടേ ഇല്ല ഇവിടെ. അടുത്ത എക്സാമ്പിൾ നോക്കാം. അയാൾക്ക് കഥകൾ പറയാൻ വലിയ ഇഷ്ടമാണ്. ഹി ലവ്സ് ടെല്ലിങ് സ്റ്റോറീസ്. അപ്പോൾ കഥ പറയുക എന്നുള്ളതിനെ പറ്റിയാണല്ലോ നമ്മൾ പറയുന്നത്. അത് ആരോട് പറയാനെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല, എങ്കിലും നമുക്ക് ടെൽ എന്ന വേർബ് യൂസ് ചെയ്യാൻ സാധിച്ചു. ഹി ലവ്സ് ടെല്ലിങ് സ്റ്റോറീസ്. അപ്പോൾ ഈ ഒരു റൂള് മനസ്സിലായല്ലോ. നമ്മൾ സത്യം പറയൽ അല്ലെങ്കിൽ നുണ പറയൽ, കഥ പറയൽ, തമാശ പറയൽ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ആരോട് എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും, ആ ഒബ്ജക്റ്റ് അവിടെ ക്ലിയർ ആയിട്ട് ആരാണെന്നുള്ളത് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ടെൽ എന്ന വേർബ് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മളിന്ന് മനസ്സിലാക്കിയത് ടോൾഡ്, സെഡ് ടു, സെഡ് ദാറ്റ് എന്നതൊക്കെ എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ 2-3 ചോദ്യങ്ങൾ ഇവിടെ തരികയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്കുള്ള ചോയ്സസും ഞാൻ തരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. കറക്റ്റായ ചോയ്സ് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചൂസ് ചെയ്യൂ. ആ ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. ആദ്യത്തത്, റേച്ചൽ സ്പേസ് മീ ദാറ്റ് ഷി വാസ് സാഡ്. അവൾ ദുഃഖിതയായിരുന്നു എന്ന് റേച്ചൽ എന്നോട് പറഞ്ഞു. ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ടോൾഡ് ആണോ സെഡ് ആണോ? ചോദ്യം ഒന്നുകൂടെ വായിച്ചു നോക്കൂ, ഉത്തരം ചൂസ് ചെയ്യൂ. രണ്ടാമത്തത്, ജെയിംസ് സ്പേസ് ദാറ്റ് ഹി പാസ്ഡ് ദ ടെസ്റ്റ്. ജെയിംസ് പറഞ്ഞു അയാൾ ടെസ്റ്റ് പാസ്സായി എന്ന്. ആരോട് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഏതാണ് ഉത്തരം? സെഡ് ആണോ ടോൾഡ് ആണോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓൾവേസ് സ്പേസ് ദ ട്രൂത്ത്. എപ്പോഴും സത്യം പറയുക. അപ്പോൾ ഇവിടെ സത്യം, ട്രൂത്തിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? സേ ആണോ ടെൽ ആണോ? നിങ്ങളുടെ ആൻസേഴ്സ് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം കേട്ടോ. നമുക്കിനി അടുത്തതിൽ കാണാം. ബൈ.